ജയിച്ചവൻ യേശു മാത്രം. ഹല്ലേലൂയ. എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് തുറന്നു കിടക്കുന്ന ഒരു കല്ലറയേ ഉള്ളൂ. അതെന്റെ യേശുവിന്റെ കല്ലറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ കല്ലറ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിൽ കടന്നു വന്ന് the resurrection power rose Jesus. Hallelujah. The same spirit he has given to us. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുൻ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുന്നിൽ വല്ലഭത്വമുള്ള നാമം. കുരുടർക്കും മുടങ്ങർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതൽ നൽകും നാമം. കുരുടർക്കും മുടങ്ങർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതൽ നൽകും നാമം. ഇത് ജീവനുള്ള വചനമാണ്. അത് സൗഖ്യമാക്കുന്നതാണ്. അത് വിടുതൽ നൽകുന്നതാണ്. അത് കെട്ടുകളെ അഴിക്കുന്നതാണ്. അത് പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മളെ അത്ഭുതത്തോടെ നടത്തുന്നതാണ് ഈ വചനം. നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നതും പാപമില്ലാത്ത ഒരു ജീവിതം നമ്മളെ കൊണ്ട് നയിപ്പിക്കുകയാണ്. അത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ നടക്കത്തില്ല. പക്ഷേ കർത്താവിനോട് കൂടെ അത് നടക്കും. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന, എൻ്റെ ഹൃദയത്തിന്റെ തകർച്ചയിൽ എൻ്റെ അടുക്കൽ വരുന്ന, എൻ്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന, എൻ്റെ പ്രശ്നങ്ങൾ ഇടപെടുന്ന, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി വഴിയെ തുറക്കുന്ന, ലോകം മുഴുവൻ എനിക്ക് അഗ്നിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ ഇടയ്ക്കൂടെ എനിക്ക് വേണ്ടി പുതിയ വഴിയെ തുറക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ജീവനുള്ള ദൈവത്തെ നമുക്ക് ഉയർത്താം. കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തതെന്നുള്ള ഹല്ലേലൂയ ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഭാരമെല്ലാം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. രോഗങ്ങൾ മാറുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. കഷ്ടതകൾ മാറുന്നത് കാണാൻ പറ്റും. ഓരോ ദിവസവും കർത്താവ് നിന്റെ കരങ്ങൾ പിടിച്ച് നടത്തുന്നത് കാണുവാനായിട്ട് കഴിയും നമുക്ക്. വചനത്തിനകത്ത് വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് എത്ര കെട്ടിവെച്ചാലും ആ കെട്ടിനെ അഴിക്കുന്നവനാണ് എന്റെ കർത്താവ്. ഇന്നൊരു ദൂതയാ നിങ്ങളോട് പറയുന്നു. ഒരു സാധ്യതയും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എന്റെ മുൻപിൽ ഒരു സാധ്യതയും ഇല്ല എന്ന് കർത്താവേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അസാധ്യത്തെ സാധ്യമാക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. അവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ നിനക്ക് വേണ്ടി പുതിയ വഴിയെ തുറക്കും. ഉയർപ്പിനൊരു ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് കർത്താവിന് ജയിക്കാൻ കഴിയും. ഇന്ന് പ്രതികൂലങ്ങൾ മാറട്ടെ. ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിനൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും, രോഗങ്ങൾ സൗഖ്യമാകും, ഹല്ലേലൂയ അടയാളങ്ങൾ നടക്കും, ഭൂതങ്ങൾ വിട്ടുമാറും. ഈ പ്രതികൂലം കണ്ടിട്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന ചിലരോട് നോക്കിയിട്ട് കർത്താവ് എന്ന് പറയുന്ന ഒരു ദൂതുണ്ട്. ഹല്ലേലൂയ. ഒരു ദൂതൻ ഇറങ്ങിയാൽ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ കല്ലും മാറും. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ ഉയർത്തിയ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും.